നമുക്ക് 7:15 തൊട്ടുള്ള കച്ചവടം. രാത്രി 7:15 തൊട്ട്. ഇതേതെങ്കിലും കല്യാണ പന്തിക്ക് കഴിക്കാൻ വന്നിരിക്കുന്നവരല്ല. നമ്മുടെ കൊല്ലം വാടി ഹാർബറിനുള്ളിലെ ഉള്ള ജോസഫേട്ടൻ്റെ കടയിൽ നിന്ന് മീൻ കഴിക്കാൻ വേണ്ടി വന്ന ആളുകളാണ്. ശനിയാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസവും വൈകുന്നേരം 7 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇരിക്കാൻ പോലും സ്ഥലം കിട്ടില്ല. കൊല്ലം പൊതുവെ മീനിന് വളരെ ഫേമസ് ആണെങ്കിലും ഇതുപോലെ മീൻ കിട്ടുന്ന കടകൾ കൊല്ലത്ത് വളരെ കുറവാണ്, പ്രത്യേകിച്ച് രാത്രി സമയത്ത്. 16 വർഷത്തോളമായി ഇവിടെ കട തുടങ്ങിയിട്ട്. കടലിനോട് ചേർന്നുള്ള കടയായതിനാൽ നല്ല കടൽക്കാറ്റൊക്കെ കൊണ്ട് ഓപ്പൺ എയറിലിരുന്ന് നല്ല ചൂടോടെ ഫ്രഷായിട്ടുള്ള മീൻ കഴിക്കാൻ കൊല്ലത്ത് ഇതിലും നല്ല ഒരു സ്പോട്ട് വേറെയില്ല. ജോസഫ് ഇല്ലേ? എത്ര വർഷമായി കട തുടങ്ങിയിട്ട്? 16 വർഷം. നമുക്ക് അന്നുള്ള മീനായിരുന്നു ഈക്കോലി, ചാള, കണ്ണനയില, പിന്നെ ചൂരയുണ്ട്, കിളിമീനുണ്ട്, ചെമ്പല്ലി, അമൂറ്, വേളാപ്പാര, വറ്റ, പിന്നെ തലക്കറിയുണ്ട്, കേരത്തലയുണ്ട്, ചൂരത്തല, കേരക്കറി, ചാളക്കറി, പിന്നെ ചിക്കൻ, പിന്നെ ബോട്ടി കറി, പിന്നെ പൊറോട്ട, ചപ്പാത്തി, ചീനി, പൊറോട്ട, ചപ്പാത്തി, ദോശ, പുട്ട്. കട രാവിലെ 3 മണി, അതായത് വൈകിട്ട് 7:15 തുറന്നിട്ട് വെളുപ്പിനെ 4 മണി വരെ. 3 മണി മാക്സിമം. വൈകുന്നേരം 6 മണിക്ക് തുടങ്ങുന്ന കച്ചവടം വെളുപ്പിന് 3 മണി വരെയൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. വലിയ മീനുകളൊക്കെ മസാല പുരട്ടി വെച്ചിരിക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള മീനുകൾ വില പറഞ്ഞ് തിരഞ്ഞെടുക്കാവുന്നതാണ്. വലുതും ചെറുതുമായ ധാരാളം മീനുകൾ ഉള്ളതിനാൽ നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. ഫാമിലിയായും അല്ലാതെയും ഒക്കെ ധാരാളം ആളുകളാണ് ഇവിടെ വരുന്നത്. ഹോട്ടൽ ഭക്ഷണത്തിന് സ്ഥിരമായ ഒരു അഭിപ്രായം പറയാൻ കഴിയില്ല. അത് പലരുടെയും ടേസ്റ്റിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ എനിക്ക് നല്ല അഭിപ്രായമാണ് ഇവിടുന്ന് കഴിച്ചപ്പോൾ തോന്നിയത്. അത് ഇവിടുത്തെ ഈ തിരക്ക് കണ്ടാൽ തന്നെ നമുക്ക് വ്യക്തമാവുന്നതാണ്. ഇവിടുത്തെ തലക്കറി കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അത് കഴിക്കണമെന്നെങ്കിൽ കുറഞ്ഞത് 3 പേരെങ്കിലും വേണം. അത്രയ്ക്കും വലിയ തലയിട്ടാണ് ഇവിടെ കറി വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ തലക്കറിയുടെ കൂടെയോ അല്ലെന്നുണ്ടെങ്കിൽ മീൻ പുളിയിട്ട കറിയൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ നല്ല പുട്ടുമൊക്കെ ചേർത്ത് പിടിച്ചാൽ നല്ല സൂപ്പറാണ്. മീൻ വേണ്ടാത്തവർക്ക് നല്ല എരിവുള്ള മീൻചാറും കൂട്ടി പൊറോട്ടയോ ദോശയോ പുട്ടോ ഒക്കെ കഴിക്കുകയും ചെയ്യാം. കടലോരത്തുള്ള തട്ടുകടയാണെന്നുണ്ടെങ്കിലും ഇവിടെ കഴിക്കാൻ വരുന്നവരോടുള്ള ഇവരുടെ മര്യാദയും സെർവിങ്ങും ഒക്കെ എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടായിരുന്നു. വലിയ ആഡംബരങ്ങളൊന്നുമില്ലാതെ വളരെ സിമ്പിളായി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ശരിക്കും ഇതിലും നല്ല ഒരു ലൊക്കേഷൻ കൊല്ലത്ത് വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ഇവിടെയൊക്കെ വന്ന് അല്പനേരം ഇരിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിന് വല്ലാത്ത ഒരു സന്തോഷവും റിലാക്സും ഒക്കെ തോന്നുന്നത്.